ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചേതക്ക് EVയുടെ ഒരു യൂസർ റിവ്യൂ ആണ്. നമ്മളോട് ഇന്ന് ഇതിനെപ്പറ്റി പറയാൻ ഇതിൻ്റെ ഓണറായ ജയപ്രകാശ് സാറുണ്ട്. അപ്പോൾ സാറേ, നമുക്ക് ഈ EV ചേതക്ക് സെലക്ട് ചെയ്യാനുള്ള കാര്യം എന്താണ് എന്ന് ജസ്റ്റ് ഒന്ന് പറയാമോ? ചേതക്ക് പണ്ടേ ചേതക്കിനോട് താല്പര്യമുള്ളതുകൊണ്ട് ചേതക്കിലോട്ട് പോയി. പഴയ സ്കൂട്ടറിൻ്റെ ആ ഒരു ഇല്ലേ, ചേതക്ക് സ്കൂട്ടറിൻ്റെ ആ ഒരു ഇതിലുള്ളതുകൊണ്ട് പോയി. അപ്പം സാറ് ഇതിപ്പം ഇപ്പോൾ എത്ര നാളായി ഇതിപ്പോൾ എടുത്തിട്ട്? ഞാൻ എടുത്തിട്ട് ഇപ്പോൾ 9 മാസമായി. 9 മാസമായി. ഇപ്പോൾ എത്ര കിലോമീറ്റർ ഓടി? 14,300. 14,300. വണ്ടി എങ്ങനെയുണ്ട് മൊത്തത്തിൽ ഓടിച്ചപ്പോൾ? നല്ല പെർഫെക്റ്റ് വണ്ടിയാണ്. പെർഫെക്റ്റ് വണ്ടിയാണ്. അത്യാവശ്യം റേഞ്ചൊക്കെ ഇപ്പോൾ കമ്പനി പറയുന്ന റേഞ്ചൊക്കെ കിട്ടുന്നുണ്ടോ? ഏകദേശം കിട്ടുന്നുണ്ട്. ഒരു ചാർജിങ്ങിൽ 114 വരെ കാണിക്കും. നമ്മൾ 2 പേര് കയറി പോവുകയാണെങ്കിൽ ഈ കുറച്ച് മൈലേജ് കുറേയെങ്കിലും വണ്ടി കുറേ ലോങ് ഓടിക്കഴിഞ്ഞ് കുറേ റിട്ടേൺ കയറും. റീജനറേഷൻ പോലെ. ഇപ്പോൾ ഇതിപ്പോൾ നിലവിൽ സ്ലോ ചാർജ് അല്ലേ ചെയ്യുന്നത്? സ്ലോ ചാർജ് ഓപ്ഷൻ അല്ലേ ഉള്ളൂ? അപ്പം സാറ് ഇപ്പോൾ ഈ ചാർജ് ചെയ്യാനൊക്കെ ഏകദേശം എത്ര ടൈമൊക്കെ പിടിക്കും? ഫുൾ ചാർജ് ഒക്കെ 3 മണിക്കൂർ. 3 മണിക്കൂർ മതി. 3 മണിക്കൂർ കൊണ്ട് എത്ര ശതമാനമൊക്കെ ആവും? 100% ഒക്കെ ആവും. അപ്പോൾ ഡെയിലി ഇപ്പോൾ എങ്ങനെയാണ് യൂസ് ഉള്ളതാണല്ലേ? ഡെയിലി അത്യാവശ്യം എത്ര കിലോമീറ്റർ ഒക്കെ പോകും? 60-70 കിലോമീറ്റർ പോകും. 60-70 കിലോമീറ്റർ. അപ്പോൾ നേരത്തെ ഫ്യൂൽ വണ്ടി ഏതായിരുന്നു ഉപയോഗിച്ചിരുന്നത്? ആക്റ്റീവ. ഇപ്പോഴും അതുണ്ടോ? അപ്പോൾ നമുക്ക് എനിക്ക് അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ഫ്യൂവൽ വണ്ടി ഓടിച്ചിട്ട് പെട്ടെന്ന് നമ്മൾ ഇതിലോട്ട് ഇലക്ട്രിക്കിലോട്ട് വന്നപ്പം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് പോലെ ആദ്യം തോന്നിയിരുന്നോ? ഒന്നുമില്ല. അപ്പം നമ്മൾ പമ്പിൽ പോകണ്ടെന്നുള്ള ഒരു ഗുണമേ ഉള്ളൂ. ഏതാ? പെട്രോൾ പമ്പിൽ പോകണ്ട. പെട്രോൾ പമ്പിൽ പോകണ്ട. പിന്നെ അതിനെക്കാട്ടിയും കുറച്ചുകൂടെ ഒക്കെ എനിക്കൊന്ന് കുറച്ചുകൂടെ പവർ ഉണ്ടെന്ന് തോന്നുന്നല്ലേ? പവറും നല്ല പവർഫുള്ളാണ്. പിന്നെ കയ്യിൽ പെട്രോൾ അടിക്കാനായിട്ട് 100 രൂപ ഇല്ലെങ്കിൽ പോലും ഇതാകുമ്പോൾ വീട്ടിൽ നിന്ന് പോകാം. അന്നേരം പിന്നെ ഞാൻ ഇപ്പം നമുക്ക് ഇത് ചാർജ് ചെയ്യുന്നതുകൊണ്ട് എങ്ങനെ കറണ്ട് ബില്ല് ഒരു 2-ാം മാസം ബില്ല് വരുമ്പോൾ ഒരു 500 അധികം വരുന്നുണ്ട്. 500 അധികം വരുന്നുണ്ട്. സാറേ, ഇതിൻ്റെ യാത്രാ സുഖമൊക്കെ എങ്ങനെയാണ്? നല്ല സസ്പെൻഷനൊക്കെയാണ്? യാത്രയൊക്കെ നല്ല അടിപൊളി. കട്ടറിലൊന്നും വീണാലൊന്നും അറിയത്തില്ല. ഇതിനടുത്ത് എന്തെങ്കിലും പോരായ്മയായിട്ട് സാറിന് ഉപയോഗിച്ചപ്പോൾ വല്ലതും തോന്നിയിട്ടുണ്ടായിരുന്നോ? ഇതുവരെ നമ്മൾ സർവീസ് എല്ലാം കറക്റ്റാ. അല്ലാതെ നമ്മൾ മെയിൻ്റെനൻസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. വഴിയിലെങ്കിലും കിടന്നിട്ടില്ല. ഇതുവരെയൊക്കെ പക്കായ. ഇപ്പൊ ഇതില് ലോങ് പോയിട്ടുള്ള എവിടെയൊക്കെയാണ്? ലോങ് ഞാൻ കോരാണി വരെ പോയിട്ടുണ്ട്. ആറ്റിങ്ങിലപ്പുറം. കോരാണി പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ 100% ചാർജ് ചെയ്തിട്ട് അതിനുശേഷം പോയതാണ്. ഒരു 90 കിലോമീറ്റർ ഉള്ളപ്പോഴാണ് പോയത്. തിരിച്ചു വരുമ്പോൾ ഒരു 8 കിലോമീറ്റർ മിറ്റമുണ്ട്. പിന്നെ നമ്മൾ ഈ പറയണൊക്കെ ഓടിക്കുന്ന അനുസരിച്ചിരിക്കുമല്ലോ അതിന്റെ റേഞ്ചും കാര്യങ്ങളൊക്കെ. ഈ ലോങ് പോകുമ്പോഴത്തേക്ക് കുറേ നേരം ഓടുമ്പോഴത്തേക്ക് കുറച്ച് കറണ്ട് ലോസ് ആയിട്ട് വണ്ടി കൊണ്ട് നിർത്തി കഴിയുമ്പോൾ അത് റിട്ടേൺ കയറും. കുറച്ച് റീജനറേഷൻ. ഇപ്പൊ നിലവിൽ നമ്മൾ KCBയുടെ ഇലക്ട്രിക് ചാർജിൽ അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. പോസ്റ്റിലൊക്കെ പോസ്റ്റിൽ ഉണ്ട്. പോസ്റ്റിൽ നമ്മളൊരു 99 രൂപ കൊടുത്ത് നമ്മൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 മാസം ചാർജ് ചെയ്യും. സാറേ, എനിക്ക് അടുത്ത ചോദിക്കാന്നുള്ളത് ഇതിന്റെ സർവീസ് ഒക്കെ എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളത്? മെയിൻ്റെനൻസ് ആയിട്ട് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ഇപ്പൊ എത്ര സർവീസ് കഴിഞ്ഞിപ്പം? ഇപ്പം 3 സർവീസ്. എങ്ങനെയുണ്ട് സർവീസ് സെന്റർ ഒക്കെ? എങ്ങനെയുണ്ട് സർവീസിന്? നമ്മൾ ആദ്യത്തെ സർവീസിന് 350 രൂപ ആയി. പിന്നത്തേന് ഒരു 650 ആയെന്ന് തോന്നുന്നു രണ്ടാമത്തെ. ഇപ്പൊ മൂന്നാമത്തത് ഇനിയിപ്പോ 650 തന്നെ സർവീസ് ചാർജ്. എങ്ങനെ നമ്മൾ ഇത് സർവീസ് ചെയ്യുന്നതിന് മുമ്പ് ബുക്കിംഗ് അങ്ങനെ ഒന്നും വേണ്ട? നേരെ കൊണ്ട് ചെന്നാ മതി. ടോക്കൺ ഒന്നും എടുക്കണ്ട. തിരക്കൊണ്ടവര് പിന്നെ വരാൻ പറയും. ടോക്കൺ എടുക്കേണ്ട കാര്യമല്ല. ഒന്നും വേണ്ട. സാറേ, ഇത് നമുക്ക് 2 പേരിരുന്ന ഓവർടേക്ക് ഒക്കെ ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ? ഒന്നുമില്ല, ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ല രീതിയിൽ തന്നെ പോകും. പിന്നെ കയറ്റമൊക്കെ കയറുമ്പോഴത്തേക്ക് ഏത് കയറ്റമായാലും കയറും. എന്റെ മോളെ വീട്ടിൻ്റെ അടുത്തൊരു കുത്തനെ ഒരു കയറ്റമാണ്. ഞങ്ങൾ 2 പേര് പോകുമ്പം നല്ല കയറിപ്പോകും. ഇപ്പൊ ഈ നമ്മൾ കയറ്റം കയറുമ്പോ ഇതിന്റെ ബോർഡ് മാറ്റണമെന്ന് അങ്ങനെ വല്ലതും ഉണ്ടോ? ഇതിന്റെ ബോർഡ് മാറ്റണം. ബോർഡ് നമ്മള് സംശയം ഉണ്ടെങ്കിൽ ഒന്ന് മാറി കൊടുത്താൽ മതി. മാറിയിട്ട് ഓടിക്കുക. അതേ കണക്ക് ഓടിയങ്ങ് പോയി. സ്ലോ ആവുന്നെങ്കിൽ നമുക്ക് ആ മോഡ് മാറ്റി കൊടുക്കേണ്ടി വരും. മോഡ് മാറ്റിയില്ലേലും കയറിപ്പോകും. അത് നമുക്ക് പാർക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ബ്രേക്കിങ് ഒരു ഇതുണ്ടല്ലേ? ബ്രേക്ക് ചെയ്യുമ്പോൾ ഇത് ബ്രേക്ക് ലോക്ക് ഉണ്ട്. അത് നമ്മൾ ഞെക്കി പിടിക്കാൻ കിട്ടാൽ മതി. നമ്മളിതിപ്പോ ചില വണ്ടികളിൽ കാണുന്നുണ്ട് കാര്യം ലോക്ക് ഇത് ഇല്ലാത്തോണ്ട്, ഇങ്ങനെ ലോക്ക് സിസ്റ്റം ഇല്ലാത്തോണ്ടേ ഈ വണ്ടി സൈഡ് സ്റ്റാൻഡ് ഇടുമ്പോഴത്തേക്കും വീഴുന്നതായിട്ട് നമ്മൾ ലോക്ക് ഇട്ടങ്ങ് വെച്ചാൽ പിന്നെ വണ്ടി ഇതിനകത്ത് കമ്പനി അത് കൊടുക്കുന്നുണ്ടല്ലോ.
മഴയത്തൊക്കെ നമ്മൾ ഇപ്പം എങ്ങനെ ഒരുപാട് കൈയൊന്നും കൊടുത്തു പോകാൻ പറ്റില്ല. മഴയൊക്കെ ആകുമ്പോൾ സാധാരണയൊക്കെ പോകാം, പക്ഷെ ഫ്രണ്ട് ബ്രേക്ക് നമ്മൾ സൂക്ഷിച്ച് സൂക്ഷിച്ച് പിടിക്കണം. സഡൻ പിടിക്കാൻ പറ്റത്തില്ല. മഴയത്ത് സഡനായിട്ട് ഫ്രണ്ട് ബ്രേക്ക് കൊടുത്താൽ അബദ്ധമാണ്. അത് കുഴപ്പമൊന്നുമില്ല, നോക്കിയൊക്കെ വേണം ഓടിക്കാൻ അല്ലേ. അതെ. പിന്നെ നമ്മൾ ഈ ഗട്ടർ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അത് കുറച്ച് പയ്യൊക്കെ എടുത്തോണ്ട് പോകണം അല്ലേ. കട്ടറിന് വലുതായിട്ട് കുഴപ്പമൊന്നുമില്ല, കയറിയോ പോകുന്നത്. സഡനായിട്ട് വലിയ ഷേക്കൊന്നും വരത്തില്ല.